ഇന്ത്യയിൽ നിന്ന് ഒരു വനിത വന്നിട്ട് അമേരിക്കയിൽ ട്രെയിൻ ഓടിക്കുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് കാണാൻ മരിച്ചു പോണത് കാണാൻ പറ്റും. 2 പ്രാവശ്യം എൻ്റെ ട്രെയിന് ഞാൻ ഷിക്കാഗോയിൽ കൂടെ പോയപ്പം നമ്മുടെ ഒബാമ ഈ മരുന്നും ഡ്രഗ്സ് ഒക്കെ അടിക്കുമ്പോൾ എന്തൊരു ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപകടങ്ങളായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? റെയിൽവേ പൈലറ്റ് ആവാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയ എൻ്റെ കയ്യിൽ ഒരു തെറ്റ് വന്ന് ആർക്കും ഒന്നും വരല്ല. ചെറുപ്പം മുതലൊരു ആഗ്രഹമാണ് നമ്മുടെ എല്ലാവരും അമേരിക്കയിലേക്ക് വരണം, ചിക്കാഗോയിലേക്ക് വരണം, ന്യൂയോർക്കിലേക്ക് വരണം എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ആ ആഗ്രഹം, നമ്മുടെ ട്രാവലിസ കുടുംബത്തിന്റെ ആഗ്രഹം ഇന്ന് തീർക്കാൻ പോവാ. തീർച്ചയായും കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, മിനിയാപോളിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചിക്കാഗോയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ ചിക്കാഗോയിൽ എത്തിച്ചേർന്നു. ഇനി ചിക്കാഗോയിലത്തെ കാഴ്ചകളാണ് ഇനി 1-2 എപ്പിസോഡും നമ്മുടെ ഈ ലാപ്പിന്റെ ലാസ്റ്റ് സെക്ഷൻ ചിക്കാഗോ ആണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 3-4 ദിവസം കൊണ്ട് ചിക്കാഗോ ഉണ്ട്. അത് നമ്മൾ നേരെ UK പോകും. അപ്പോൾ നമ്മൾ ബാബുവേട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. ബാബുവേട്ടനാണ് നമ്മുടെ 5 കൊല്ലത്തെ സൈക്കിൾ സീരീസ് മുതലുള്ള നമ്മുടെ ബാബുവേട്ടനാണ്. അവിടെ പവറല്ലേ? ഓക്കെ. ഏതാ ഇഷ്ടം? ഗൾഫ് ഇഷ്ടം, അമേരിക്ക ഇഷ്ടം? അത് മതി. ചക്കൻ ഗൾഫുകാരനാണ്. അമേരിക്കയിൽ ജീവിച്ചിട്ടും ഗൾഫിലേക്ക് തിരിച്ചു പോകണമെന്നാണ് അവിടെ പറഞ്ഞ. അപ്പോൾ അവിടെ ഞങ്ങൾ ഇന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. പവറല്ലേ? ബാബുവേട്ടൻ അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഒന്നും നിൽക്കണമെന്ന് ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ അമ്മിച്ച് പള്ളിയിലേക്ക് പോയിക്കണം. അപ്പോൾ അമ്മിച്ചിനെ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചിക്കാഗോ കാഴ്ചകളിലേക്ക് കിടക്കണോ കപ്പിത്താൻ? ചിക്കാഗോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി ടൗൺ അല്ല ചിക്കാഗോ. ഈസി ആയിട്ട് അടിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും പല വെടിവെപ്പ് നടക്കുന്ന ഒരു എല്ലാ ഭാഗത്തുനിന്ന് വെടിവെപ്പ് പറഞ്ഞ ഒരു ഏരിയയാണ്. അപ്പൊ നമുക്ക് ഏത് സൈഡിൽ നമുക്ക് വെടിയിട്ടാ നമുക്ക് നോക്കാം. പോയിട്ട് വരാം. എവിടാ ഏത് സൈഡിൽ നിന്നാണ് വെടിയിട്ടത്? ബാക്കിൽ നിന്നാണോ മുമ്പിൽ നിന്നാണോ അറിയാലോ. എന്തായാലും നമ്മൾ നല്ലൊരു ഹൗസിംഗ് കോളനിയിലാണ് താമസിക്കുന്നത്. ബാബട്ടൻ കണ്ട വഴിക്ക് ചക്രം കണ്ട വഴിക്ക് പറഞ്ഞു റിസ്ക് കഴിഞ്ഞു, ബ്രേക്ക് പാഡ് കഴിഞ്ഞു, മാറ്റിക്കോ. അല്ല, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ബ്രേക്ക് പാഡ് തീരെ കുറവായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചു ഇവിടം വരെ എത്തി. നമ്മൾ സഹായിച്ചു. ഇവിടുത്തെ സ്ട്രീറ്റിൽ എല്ലാവരും വൃത്തിയാക്കല് പരിപാടികളൊക്കെ നടക്കണ്ടോ. പോയിട്ട് വരാം. പച്ചയായ മനുഷ്യല്ലേ, ഒരു പാവം ചേട്ടൻ. അതെ അതെ. പുള്ളിക്ക് ഇപ്പോഴും നാടും ആ ഇടുക്കി കൃഷിയൊക്കെയാണ് പുള്ളിക്ക് ഇഷ്ടം. വീടിന്റെ ബാക്കില് കുറെ നമ്മള് വന്നു കഴിക്കുന്ന വേപ്പിന്റെ വലിയൊരു മരട്ട വീടിനകത്ത്. വേപ്പ് മാത്രമല്ല, ഇവിടെ അവരെടുക്കുന്ന പച്ചക്കറികളെല്ലാം ഇവിടെ നിന്ന് എടുത്തതാന്നാ പറഞ്ഞത്. കയ്പയ്ക്ക് ഇന്നലെ രാത്രി ഞങ്ങക്ക് നല്ല ഭക്ഷണം, നല്ല മീൻ വറ്റിച്ചതും ബീഫൊക്കെ ഉണ്ടാകും. അപ്പൊ സംസാരിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ കയ്പയ്ക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു അങ്ങനെ ഒരു ആൾക്കാരല്ല. അതെ അതെ അതെ. അപ്പൊ നമ്മൾ അതേപോലെയുള്ള സ്ഥലത്ത് പോകുമ്പോ നമ്മൾ അതേപോലെ നിൽക്കണ്ട. പിന്നെ കയ്പയ്ക്കാര അച്ചാർ ഇന്നലെ കഴിച്ച മക്കളെ. കയ്പയ്ക്കും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടില്ല, ഒരു ഇടുക്കി സ്റ്റൈൽ അച്ചാർ. അടിപൊളി അടിപൊളി. പാവയ്ക്കല്ലേ? ആ, കയ്പയ്ക്കും പാവയ്ക്കും സെയിം അല്ലേ. എന്തൊട്ട് ടേസ്റ്റ്. അങ്ങനെ ചിക്കാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ചിക്കാഗോ ആണ്. എയർപോർട്ടൊക്കെ ഇവിടെ തൊട്ടടുത്താട്ടാ. ഫ്ലൈറ്റുകള് നമ്മൾ ഇന്നലെ കിടന്നപ്പോഴേക്കേ ഫ്ലൈറ്റിന് നല്ല ഇറങ്ങി പോണ പറഞ്ഞ ചില സമയത്ത് വലിയ ഫ്ലൈറ്റുകളില്ലേ, വലിയ ബോയിങ്ങിന്റെ ഫ്ലൈറ്റുകളൊക്കെ വരുമ്പോ ഭയങ്കര മുഴക്കം ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. നമ്മള് ചിക്കാഗോയിലേക്ക് നമ്മള് മെയിൻ സെന്ററിലേക്ക് പോകണം. നമ്മുടെ വണ്ടിയിലല്ല, നമ്മള് ജോജേട്ടന്റെ വണ്ടിയില്ല. നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തിന്റെ ജോജേട്ടൻ ചിക്കാഗോയിലത്തെ നമ്മുടെ പുല്ലിച്ചങ്കണ്. അപ്പൊ ജോജേട്ടനെ കണ്ടിട്ട് ജോജേട്ടന്റെ വണ്ടിയിലാണ് നമ്മൾ ചിക്കാഗോയിലേക്ക് പോണത്. കപ്പിത്താനും കൊണ്ട് പോകുമ്പോൾ പാർക്കിങ്ങിനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ ഈ സിറ്റികളിൽ കളിക്കുമ്പോൾ ഇപ്പോഴും ചെറിയ കാറുകളിലോ അല്ലെങ്കിൽ കാറുകളിൽ പോകണത് നല്ലത്. നമുക്ക് ഹൈറ്റും നീളം കൂടുതലുള്ള കാരണം എല്ലാ പാർക്കിങ്ങിലും നമ്മൾ അലൗഡല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജോജേട്ടന്റെ കാറിൽ നിന്ന് പോണട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു ട്രെയിൻ പോണ കണ്ടോട്ടാ. ഈ യാത്രയിൽ നമ്മളെ റോഡ് ക്ലോസ് ചെയ്തിട്ട് ട്രെയിൻ പോവാല്ലേ. എഞ്ചിന് ബാക്കിലാണ്, എഞ്ചിൻ തള്ളിക്കൊണ്ടിരിക്കുക. ആൾക്കാരുണ്ടെന്നുണ്ട് എന്റെ ഉള്ളു. ഇതേ പോണ എഞ്ചിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടിട്ടോ. നോക്കിയേ, അത് കളിക്കി നല്ല ഷോട്ടല്ലേ. ചിക്കാഗോയിൽ വരുമ്പോ പുതിയ കാഴ്ചകൾ കണ്ടു തുടങ്ങി. ഇനി ചരിത്രത്തിന്റെ മണ്ണിലേക്ക് നമ്മളിങ്ങനെ പതുക്കെ എടുത്തോണ്ടിരിക്കട്ടെ സുഹൃത്തുക്കളെ. അമേരിക്ക എന്ന് പറഞ്ഞ ചിക്കാഗോ, ന്യൂയോർക്ക് ട്ടാ. ചെറുപ്പം മുതൽ പഠിച്ചു വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരുപാട് പേരെ നമ്പർ നമുക്ക് ചിക്കാഗോയിൽ മിസ്സായി. വിളിച്ച ആൾക്കാരുടെ നമ്പർ സേവ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ, ഫോൺ മാറ്റിന്റെ പ്രശ്നങ്ങൾ. കഴിഞ്ഞ 5 വർഷമായിട്ട് അമേരിക്കയിൽ നിന്ന് ചിക്കാഗോന്ന് ന്യൂയോർക്കിൽ നിന്നൊക്കെയാണ് ആൾക്കാർ കൂടുതൽ വിളിച്ചിരിക്കുന്നത്. അപ്പൊ കുറെ പേരെ നമ്പർ മിസ്സായി. അപ്പൊ നിങ്ങൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ, നമുക്ക് കാണാം. എവിടെയെങ്കിലും നമുക്ക് വെച്ച് കാണാൻ കുഴപ്പമില്ല. നമ്മുടെ ചിക്കാഗോയില് നല്ല കണ്ടന്റുകൾ, നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റിന്റെ ഡെപ്ത് അറിയാലോ. അപ്പൊ അത്രയും നല്ല കണ്ടന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഞാൻ താഴെ നമ്പർ കൊടുക്കാട്ടോ. ജോയിച്ചേട്ടന്റെ വീട് എവിടെയാ മൊത്ത? കുറച്ച് നേരം നമ്മൾ തിരിഞ്ഞോണ്ടിരിക്കുന്ന വഴി തെറ്റി. ആദ്യം തന്നെയല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ജോയിച്ചേട്ടനെ എടുത്തിട്ട് നമുക്ക് പോവാട്ടോ. അങ്ങനെ നമ്മൾ ജോജിച്ച് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കണമെന്നുള്ളു. ജോജിച്ചേട്ടൻ ഏതാ നമ്പർ വീടിന്റെ? 329. ഇതിനപ്പുറത്ത് ആ വീടാന്നുണ്ടല്ലേ. ഒരു ഇലക്ട്രിക്കലും ഒരു 450. അപ്പൊ നമ്മൾ ഈ വീട്ടിലേക്ക് പോണതിന് ഒരു പ്രത്യേക ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയിൽ നിന്ന് ഒരു വനിത വന്നിട്ട് അമേരിക്കയില് ട്രെയിൻ ഓടിക്കുന്നത് ആദ്യമായിട്ടാണ്.
ആദ്യത്തെ ലോക്കോ പൈലറ്റ്. അപ്പൊ ആദ്യത്തെ ഇന്ത്യൻ ലോക്കോ പൈലറ്റിനാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത്. അത് എന്നാന്നറിയോ, 10-25 വർഷം ബാക്കിലേക്ക് പോണട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ലോക്കോ പൈലറ്റിനെ കണ്ട്, വനിതാ ലോക്കോ പൈലറ്റ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ മലയാളി ഇന്ത്യയിൽ നിന്ന് ഒരാള് വന്നിട്ട് അമേരിക്കയിലെ ആദ്യത്തെ ഒരു ലോക്കോ പൈലറ്റ് ആണ്, ഒരു വനിത, അതും ഒരു പത്തനംതിട്ടക്കാരി, അതും ഒരു റാണിക്കാരി. പിടിക്കല നമുക്ക് നമ്മുടെ വീടിനും ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ടോ? ലോക്ക് ചെയ്തില്ലേ? അപ്പൊ നമുക്ക് ജോജന്നെ അടുത്തേക്ക് പോകാം. ജോജി ബായ് ഇവിടെ ഇല്ലേ? ഹലോ 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 ഹലോ. ഞങ്ങൾ നേരം വൈകിയില്ലല്ലോ. എന്റെ വീട് പത്തനംതിട്ട. എവിടെ? കടമനിട്ട. റാന്നി, പത്തനംതിട്ട. ഞങ്ങൾ ശരിക്കും ഓൾറെഡി ഒരു 2 കൊല്ലത്തെ പരിചയമാണ്. പക്ഷെ അന്ന് മുതൽ നമ്മൾ ഇതിനെ ആഗ്രഹിച്ച ചേച്ചിനൊന്നും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നല്ലേ? എത്ര പിള്ളേരാ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് 4 മക്കള്. 4 പടകളാണ്. 4 ഒരുത്തിയോടെ നിൽക്കുന്നുണ്ട്. ഹലോ, മോളെ പേര് അഖില. ബാക്കിയുള്ളവര് ആഷിഖ്, അഭിഷേക്, ആൽബി. എല്ലാ മതത്തിലുള്ള ആൾക്കാരുടെ പേരുണ്ടല്ലേ? അപ്പൊ നമുക്ക് പതുക്കെ പണി തുടങ്ങിയാലോ? അല്ല, ചോദിക്കേണ്ട അറിയേണ്ട കാര്യമുണ്ട്. അപ്പൊ ഒരു എന്താ പറയാ, ഇന്ത്യയിൽ നിന്ന് ഒരു വനിത വന്നിട്ട് അമേരിക്കയില് ആദ്യമായിട്ടല്ല, അമേരിക്കയിൽ ഇന്ത്യൻ വനിത വന്ന് ട്രെയിൻ ഓടിക്കുന്നത്. അതെ, ആദ്യമായിട്ടാണ്. ഞാൻ 2000 ഇവിടെ വന്നു. 2003 ഞാൻ ജോലിക്ക് കയറി. 2005 ഞാൻ നാട്ടിൽ പോയി കല്യാണം കഴിഞ്ഞു. ട്രെയിൻ ഡ്രൈവർ ആയെന്ന് വലിയൊരു സ്റ്റോറി ബിഹൈൻഡിലുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഒന്ന് എൻ്റെ അങ്കിളാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. അല്ല, അങ്കിൾ ഇവിടെയാണ്. അതെ, അങ്കിളൊക്കെ ജോലിയിലായിരുന്നു. അപ്പം ഒരു ദിവസം ഇതുപോലെ ഒരു പാർട്ടിക്ക് അങ്കിൾ ഇതുപോലെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് വന്നേ. ട്രെയിനിന്റെ ഓപ്പറേറ്റർ യൂണിഫോം ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഈ പോലീസ് അങ്ങനെയുള്ള ഇതിനോട്, ആർമി അങ്ങനെയുള്ളതിനോട് എനിക്ക് താല്പര്യമാണ്. അതെ, പിന്നെ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ പപ്പ ആർമിയിലായിരുന്നു. അപ്പോൾ അതിന്റെ ഇൻസ്പിറേഷൻ ഉണ്ട്. അപ്പോൾ നാട്ടിൽ വെച്ച് എനിക്ക് ആർമി പോകണമെന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ പപ്പ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്കിളിന്റെ യൂണിഫോം കണ്ടപ്പോൾ അപ്പോൾ എനിക്കൊരു ഇഷ്ടം. അതെ, അപ്പം അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ. അപ്പം ഞാൻ അങ്കിൾ അപ്പം എന്നോട് പറഞ്ഞു, ആദ്യം ഞാൻ അങ്കിളിനോട് പറഞ്ഞപ്പോൾ അങ്കിൾ സമ്മതിച്ചില്ല. അങ്കിൾ പറഞ്ഞു നഴ്സിംഗ് ഫീൽഡിൽ തന്നെ പോയാൽ മതി. അപ്പം അങ്ങനെ അതെ, നേഴ്സായിട്ട്. ഞാൻ നാട്ടിൽ 1.5 വർഷം ഫിസിയോതെറാപ്പിക്ക് പോയായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹം. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോ എന്തായിരുന്നു അന്നത്തെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു? ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ കയറാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഡ്രൈവർ ആവാനായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു? അത് ഡിഫിക്കൽട്ടി അല്ല, നമ്മുടെ മനസ്സിന്റെ ധൈര്യമാണ്. മനസ്സിന്റെ ധൈര്യം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ വൈറ്റ്സ് ഉണ്ട്, ഇവിടുത്തെ ആഫ്രിക്കൻ അമേരിക്കൻസ് ഉണ്ട്, എല്ലാവരും ഈ ഫീൽഡിലുണ്ട്. പെണ്ണുങ്ങളായിട്ടുണ്ട്. ഇന്ത്യക്കാർ മാത്രമേ ഇല്ല, ഇന്ത്യക്കാരെന്ന് തന്നെ പറയണം. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് മലയാളിയായിട്ട് എന്നെ ഹയർ ചെയ്തതും എനിക്ക് ഈ ജോലി. അപ്പോൾ ആദ്യത്തെ ഇതിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. അവർ ട്രെയിനിങ് തരും നമുക്ക്. അവർ നമുക്ക് ട്രെയിനിങ് തരുമ്പോൾ 3 months ട്രെയിനിങ് ആണ്. ആദ്യം ഇതിൻ്റെ എക്സാം ഉണ്ട്. എക്സാം നമ്മൾ പാസ്സായിട്ട് അവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യും. ഡ്രഗ് ടെസ്റ്റ് എല്ലാം ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിങ് തരും. ട്രെയിനിങ്ങിൻ്റെ അകത്താണ് ഫസ്റ്റിൽ എൻ്റെ കയ്യിൽ അവർ ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ നമ്മളെ ആദ്യം അവരൊരു ഇൻസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ നമ്മളെ ഇരുത്തി അവർ ഈ മോട്ടോർ ക്യാബിൻ്റെ ഒരു രീതിയിൽ അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമ്മളെ ഈ ഹാൻഡിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള അവർ പഠിപ്പിക്കും നമ്മളെ. അതെ, ഫ്ലൈറ്റ് സ്റ്റിമുലേറ്റർ. അതെ, അതുപോലൊക്കെ. അപ്പം നമ്മൾ അന്നേരം, പക്ഷെ അന്നേരം നമുക്കറിയില്ലല്ലോ ഇത് നമ്മുടെ കൈ കിട്ടുമ്പോൾ ഇത്രയും വലിയൊരു. അതെ, ഇതപ്പം നമ്മൾ മോണിറ്ററെ നോക്കി ഓടിക്കുമ്പോൾ നമുക്ക് ഈസിയാണ്. ജസ്റ്റ് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ അത് സ്പീഡ് കൂടുകയും. ശരിക്കും അതിന്റെ സെയിം അനുഭവമാണ് ഈ സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അന്നത്തെ അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും ശരിക്കുള്ള ട്രെയിനിൽ കയറിയിരിക്കുമ്പോൾ ആ സെയിം അനുഭവം തന്നെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. ഇപ്പൊ ടെക്നോളജിക്ക് മാറിയത് മാത്രമല്ലേ? അതെ. സ്റ്റിമുലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പേരുണ്ട്, ഒന്നിച്ചിരുന്നാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. അപ്പം പക്ഷേ നമ്മുടെ ബോഗി എന്ന് പറയുമ്പോൾ ഓരോ കാറിലും
നമുക്ക് 8 കാർ വെച്ചാണ് നാട്ടിലെ ബോഗി എന്ന് പറയും. അതെ. അപ്പോൾ ഈ 8 കാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റഷ് അവറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പാസഞ്ചർ കയറി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഹെവിയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിങ്ങിന് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ ബ്രേക്ക് പോയില്ലെങ്കിൽ ഈ ഹെവി കാരണം ഈ ട്രെയിൻ ഇങ്ങനെ പുഷ് ചെയ്ത് മുന്നോട്ട് പോകും. നമ്മൾ സ്റ്റേഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വയലേഷനാണത്, നമ്മുടെ ജോലിയെ ബാധിക്കും. അപ്പോൾ അതെ അതെ, അതൊരു സർട്ടൻ പോയിന്റിലാണ് നമ്മൾ ബ്രേക്ക് ആക്ടിവിറ്റി ചെയ്തു തുടങ്ങേണ്ടത്. എന്നാലേ നമ്മുടെ ആ ഒരു 8 കാർ മാർക്കിൻ്റെ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പെണ്ണങ്ങനെ പറയുമ്പോഴേ ഒരു പ്രത്യേക ഒരു അല്ലേ, നമ്മള് സാധാരണ ആണുങ്ങൾ പറയുമ്പോൾ വേറൊരു വൈബാണ് അല്ലേ. അപ്പോ ഇതിൽ കയറുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആൾക്കാർ നല്ല കോപ്പറേറ്റ്, ഇപ്പൊ ഒരു പെണ്ണെന്ന് നൽകി വേറൊരു പ്രശ്നങ്ങളോ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പോലത്തെ ഇഷ്യൂസ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടില്ല? അങ്ങനെ ആരുമില്ല. നമ്മുടെ കോവർക്കേഴ്സ് എല്ലാം നമ്മളോട് ഫ്രണ്ട്ലിയാണ്. അങ്ങനെ വേറൊരു രീതിയിലൊന്നും ആരും അപ്രോച്ച് ചെയ്യുക പറയത്തുമില്ല, ചെയ്യത്തുമില്ല. ആ ഒരു ധൈര്യം, ആ ഒരു പേടിയാണ്. ഏത് ജോലിക്ക് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ ആദ്യമായിട്ട് ജോലിക്ക് കയറി ആദ്യത്തെ ട്രെയിൻ കയ്യിൽ കിട്ടിയപ്പോ എന്തായിരുന്നു അവസ്ഥ? ഒരു പൈലറ്റായിട്ട് ഒരു ക്യാപ്റ്റനായിട്ട് കയറിയിരുന്നപ്പോ എന്തായിരുന്നു ഫീലിംഗ്? ആദ്യം ഒരു പ്രൗഡായിരുന്നു, കാരണം ആഗ്രഹിച്ച പോലൊക്കെ തന്നെ കിട്ടി. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ദൈവം ഒരു അവസരം തന്നു, ഒരു മനസ്സിനൊരു ധൈര്യവും തന്നു. ഈ 21 വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ റെയിൽവേയും നമ്മുടെ നാട്ടിലത്തെ റെയിൽവേയും തമ്മിൽ എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇവിടുത്തെ റെയിൽവേ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആണ്. ഇവിടെ പാസഞ്ചേഴ്സിന് ഒത്തിരി റൈറ്റ്സും അവർക്ക് ഒത്തിരി അവരെ പാസഞ്ചേഴ്സിനെ ഒത്തിരി വാല്യുബിൾ ആയിട്ട് കാണുന്ന ഒരു സിസ്റ്റമാണ് ഇവിടുത്തേത്. ഓൺ ടൈം ആണ്, ഒരു പരിധി വരെയൊക്കെ ഓൺ ടൈം ആണ്. അല്ലാതെ ലേറ്റ് ആയെങ്കിൽ ഒരു ഫ്യൂ മിനിറ്റ്സ് ഒക്കെ ലേറ്റ് ആവും, അല്ലാതെ മണിക്കൂറുകളൊന്നും ലേറ്റ് ആവത്തില്ല. അങ്ങനെ ഉണ്ടേ പോലും എല്ലാ കസ്റ്റമേഴ്സിനെ അവർ അറിയിക്കും. പിന്നെ മുൻകൂട്ടി നമുക്ക് മെസ്സേജ് വരും. പിന്നെ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ നീഡ്സ് ഉള്ളവർക്കെല്ലാം അവർ എല്ലാ സ്റ്റേഷനിലും ഒരാൾ ട്രിപ്പുണ്ട്, അവരെ അസിസ്റ്റ് ചെയ്യാനും അവർക്ക് വേണ്ടി ഹെൽപ്പിനും എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ടൂറിനൊക്കെ ചിക്കാഗോയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു ട്രെയിനിൽ കയറണമെങ്കിൽ അതിൻ്റെതായ ഒരു ടേക്ക് കെയറിംഗ് ഒക്കെ ഉണ്ടാവും അല്ലേ? അതെ, അവര് നമ്മളെ ആദ്യം നമ്മുടെ സ്റ്റേഷനിൽ വരുമ്പോൾ തന്നെ അവിടെ കസ്റ്റമർ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. അവരുടെ അടുക്ക വന്ന് നമുക്ക് എല്ലാ ഇൻഫർമേഷനും കൊടുക്കും. അവർക്ക് മാപ്പ് കൊടുക്കും, അവർക്ക് ടൂർ ഗൈഡ് കൊടുക്കും, പിന്നെ ഫെയറിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് പല ടൈപ്പ് ഫെയർ ഉണ്ട്. ഇപ്പം ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ അവർക്ക് മന്ത്ലി പാസ് എടുക്കാം, 7 day പാസ് എടുക്കാം. ഡിപ്പെൻസ് ഹൗ മെനി ഡേയ്സ് ദേ ആർ ഗോയിങ് ടു സ്റ്റേ ഹിയർ. അല്ല, അഫോർഡബിൾ ആണ്. അതെ, ഒരു സാധാരണക്കാരൻ ഒരു ചിക്കാഗോന്ന് ഒരു പട്ടണം കാണാൻ വരുമ്പോ ട്രെയിനിലൂടെ യാത്ര ചെയ്യണം നല്ലത്, അതോ നമുക്ക് യൂബർ ഒക്കെ എടുത്ത് യാത്ര ചെയ്യണം നല്ലത്? ട്രെയിൻ എടുക്കുന്നതായിരിക്കും ചീപ്പറായിട്ട്. ഊബറിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിനാണ് ചീപ്പർ. എത്ര ദൂരം ചേച്ചിക്ക് ലോങ് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്? ലോങ്ങസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ ഹവാഡിയിൽ നിന്ന് 95th വരെ പോയിട്ടുണ്ട്. 95th ആണ് എൻഡ് ഓഫ് ദ ലൈന്. 90 മിനിറ്റ്സ്. അതെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്, ഇത്രയും ആൾക്കാരെ അല്ലെങ്കിൽ ഇത്രയും വാല്യൂബിൾ ആയിട്ട് ആൾക്കാരെ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്താ പറയുക, അമേരിക്കയിൽ ഇങ്ങനത്തെ ഒരു വലിയൊരു പോസ്റ്റിനേക്കാൾ ഉപരി അതിനൊരു ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് എന്താ പറയുക? അപ്പൊ ആയിരക്കണക്കിന് പേര് ആ വണ്ടിയെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്. അവരുടെ ലൈഫും എതിരെ വരുന്ന ട്രെയിനിൽ ഉള്ളവരുണ്ട്, അവരുടെ ലൈഫും ഭയങ്കര ഉത്തരവാദിത്വം പിടിച്ച ഒരു ജോലിയാണ്. സാധാരണ എല്ലാവർക്കും ഇത് ഉത്തരവാദിത്തോട് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഭയങ്കര ഉത്തരവാദിത്തോടും അർപ്പണബോധത്തോടും ചെയ്യേണ്ട ഒരു ജോലിയാണ്. കാരണം അനേക ജീവനങ്ങൾ ഉള്ളൊരു അല്ല, ഇത്രയും ആൾക്കാരെ വെച്ച് കൊണ്ടുപോകുമ്പോൾ ചേച്ചിക്ക് ഏതെങ്കിലും സമയത്ത് ആദ്യത്തെ സമയത്തൊക്കെ പേടിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആദ്യ സമയം എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം 1-2 പാസഞ്ചേഴ്സ് അല്ല, ഒരു കാറിൽ തന്നെ കാണും 200-250 ആൾക്കാർ, പ്രത്യേകിച്ച് റഷ് അവറിൽ. അപ്പോൾ നമുക്ക് 8 കാറാണുള്ളത്. അത്രയും കാറിൽ അത്രയും ആൾക്കാരെ ഇപ്പൊ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ കയ്യിൽ ഒരു തെറ്റ് വന്ന് ആർക്കും ഒന്നും വരല്ല. ഈ റെസ്പോൺസിബിലിറ്റി കാര്യം പറയുമ്പോൾ നമുക്ക് ഈ VIP-കളും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ കയറുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ മന്ത്രിമാർ വരുമ്പോൾ മന്ത്രി ബോഗിലുണ്ടിട്ടാന്നൊക്കെ പറയാറുണ്ടല്ലോ, അതേപോലെ ഇവർക്ക് ഇൻഫോം ചെയ്യും ആരെങ്കിലും സെലിബ്രിറ്റികളൊക്കെ വണ്ടിയിൽ കയറുമ്പോൾ? ഇല്ല, നമുക്ക് കൺട്രോൾ സെന്ററിൽ നിന്ന് നമ്മളെ അറിയിക്കും. ആരെങ്കിലും അതുപോലെ വരുവാണെങ്കിൽ അന്നേരം നമുക്ക് പിന്നെ നമ്മുടെ ഷിഫ്റ്റ് തുടങ്ങും. ഇവിടുത്തെ ആരെങ്കിലും നേരത്തെ ട്രെയിനിൽ വരുവാണെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ തരും. ഓക്കെ, കൺട്രോൾ സെന്ററിൽ പറയും ഈ ടൈമിൽ ഈ സർട്ടൻ ടൈമിലാണ് അവർ
ട്രെയിനിൽ വരും, അല്ല ഇന്ന സ്റ്റേഷനിൽ നിന്ന് ഇന്ന സ്റ്റേഷൻ, അല്ല ഇന്ന ട്രെയിനിലാണ് അവർ വരുന്നത്, എല്ലാ ഇൻഫർമേഷനും അപ്പം കിട്ടും. ആ ടൈമിലാണെങ്കിൽ ഇപ്പം നമ്മുടെ ട്രെയിൻ അതുവഴി പാസ് ചെയ്യുന്നെങ്കിൽ ആ സമയത്ത് അവർ നമ്മളെ കയറും. അപ്പം നമുക്ക് അറിയാം, നമ്മുടെ മാനേജ്മെൻ്റ് ഒക്കെ അവിടെ നിൽക്കുമ്പോഴേ നമുക്കറിയാം സംഭവം എന്തോ അവിടെ ഉണ്ടെന്ന്, ആരെങ്കിലും വരും. അതെ, 2 പ്രാവശ്യം എൻ്റെ ട്രെയിന് ഞാൻ ഷിക്കാഗോയിൽ കൂടെ പോയപ്പം നമ്മുടെ ഷിക്കാഗോയിൽ താമസിക്കുമ്പം ഒബാമയുടെ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ ട്രെയിൻ അവിടെ ഹോൾഡ് ചെയ്തിട്ടു. കാരണം ആ ഷിക്കാഗോ സ്റ്റേഷൻ പാസ് ചെയ്താണ് ഒബാമ ഡൗൺ ടൗണിൽ കൂടെ പോകുന്നത്. ആ സമയം ഈ എൻ്റെ ട്രെയിൻ ഹോൾഡ് ചെയ്തിട്ടിട്ടാണ് ഒബാമനെ കൊണ്ടുപോയില്ല. ഇല്ല കൊണ്ടുപോയിട്ടില്ല. അവർ സ്റ്റേഷനടി കൂടെയാണ്. ഈ ഒരു ഇത്രയും 21 വർഷത്തെ ഈ ഒരു ജേണിയിൽ ഏറ്റവും പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ട്, ആലോചിച്ചെടുക്കണ്ട ഒരു പ്രൗഡ് മൊമെന്റ്. CTL കയറി ഒരു ട്രെയിൻ ഓടിക്കുക എന്ന് തന്നെ മൊമെന്റ് ആണ്. മലയാളികളില് ഇതിനു മുമ്പ് 2003 ആരും ഓടിച്ചിട്ടില്ല, സ്ത്രീകൾ ആരും ട്രെയിൻ ഓടിച്ചിട്ടില്ല. ഇപ്പം കൊച്ചി മെട്രോയിലൊക്കെ സ്ത്രീകൾ ഓടിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇന്ത്യയിലെ ബോംബെയിലെ 1-2 പേര്, ചുരുക്കം പേരെ ഓടിച്ചിട്ടുള്ളൂ, സ്ത്രീകളായിട്ട് ഓടിച്ചിട്ടുള്ളൂ ട്രെയിൻ. ബിജോ ചേട്ടനൊക്കെ ഈ കല്യാണം ആലോചന വന്നപ്പോ പെണ്ണ് ട്രെയിൻ ഡ്രൈവറാന്നോ അല്ലെങ്കിൽ ഡ്രൈവർ എന്നൊക്കെയാ പറഞ്ഞത്, പൈലറ്റാന്ന് പറഞ്ഞപ്പോ സാധാരണ അന്വേഷിക്കുമ്പോൾ നേഴ്സുമാരാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആവുമല്ലോ. അപ്പൊ ജോജേട്ടൻ ആ നേരത്ത് ചേച്ചി ഈ ഒരു ഫീൽഡിലാന്ന് പറഞ്ഞപ്പോ എന്താ തോന്നിയ? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയില്ല. റെയിൽവേയിലാണെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കറിയത്തില്ലായിരുന്നു, ശരിക്കും അറിയത്തില്ലായിരുന്നു. റെയിൽവേയിൽ ഒരു അക്കൗണ്ട്സിലാന്ന് വിചാരിച്ചു, പക്ഷെ ഓടിക്കണാണെന്ന് പിന്നെ മനസ്സിലായി. അതിലും ചേട്ടൻ പ്രൗഡാവണം. തീർച്ചയായിട്ടും. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കുന്ന സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര, ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ നമ്മൾ ഇന്ത്യയിലെ അടുത്ത ഡയലോഗ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടായിരുന്നു തീരുമാനിച്ചത് നമ്മള്, അല്ലെ? അതെ, ഇനി ചേച്ചി ട്രെയിൻ ഓടിക്കുന്നത് കാണാനായിട്ട് നമ്മൾ പോണേണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ ഓടിക്കുന്ന കാഴ്ച കാണിച്ചില്ലെങ്കിലേ എത്ര ഡിഫിക്കൽട്ട് ആണ് അതിന്റെ സംഭവങ്ങൾ നമുക്ക് ഇനി നോക്കി കാണാം. അതെ, നമുക്ക് 2 ഫോർമാറ്റിംഗ് ഉണ്ട്. ഇതിൽ കപ്പിത്താന്റെ ഒപ്പം മുട്ടാനായിട്ട് പറ്റില്ല, എന്നാലും നമുക്ക് പറയാം ഫോർമാറ്റിങ്ങിനെ പറ്റി. ഇത് ഡാൻസിംഗ് എന്ന് പറഞ്ഞത് ഡാൻസിംഗ് ആണ്. എങ്ങനെയത് വണ്ടി ഓടിക്കുമ്പോഴാണോ അതോ വണ്ടി നിർത്തിയിട്ടുമ്പോഴാണോ? ഒരു 10 മൈൽ സ്പീഡിൽ ഓടുമ്പോൾ വണ്ടി ഡാൻസ് ചെയ്യും. ഇപ്പൊ നിന്നോടത്ത് ഡാൻസ് ചെയ്യില്ല അല്ലേ? നമുക്ക് ഡാൻസിങ് കണ്ടു പോയാലോ? എന്നാ നമുക്കൊരു കോബ്ര കാണിച്ചിട്ട് പോണല്ലോ. അപ്പൊ ചേച്ചി ഡ്യൂട്ടിക്ക് പോണ സമയത്താണ് നമ്മൾ വന്നത്. ക്യാപ്റ്റൻ ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ഡാൻസിങ് കാണിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു വണ്ടിയുടെ. ഇതെങ്ങനെയാ ഡാൻസ് കളിക്കണമെന്ന് അറിയണ്ടേ? ഇതിന് ഷോക്കപ്പാണോ ധരിക്കുക? അതെ, അടുത്തേക്ക് പോണു. തുടങ്ങിയിട്ടില്ല. തുടങ്ങാൻ പോണല്ലോ. പറയുമ്പോ ഡാൻസ് കളിച്ചോട്ടെ നോക്കിയേ. ടങ് 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 ടങ്. എന്റെ ഉള്ളിൽ ചേട്ടൻ വിളിക്കണല്ല, ഡാൻസ് കളിക്കണം. ഡാൻസ് തന്നെട്ടോ. അതെ കണ്ടാ, നമ്മള് ടെസ്ലയില് കണ്ടിട്ടുണ്ടോ, ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കറക്റ്റ് അറിയാനുണ്ടോ? അത് കണ്ടാ, പൊളിച്ചു. ഇത് അധികം ഇറങ്ങിയിട്ടില്ല തോന്നുന്നില്ല ഈ ഒരു മോഡല്. ഇല്ല, ഇത് ഒരു 10,000 യൂണിറ്റ്സ് ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ? എന്തായാലും ഒരു വെറൈറ്റി കാഴ്ച. ടെസ്ലയിൽ നമ്മള് ലൈറ്റ് എത്തണ കണ്ടുണ്ട്. ഇത് ഡാൻസ് കളിക്കുന്ന ആദ്യമായിട്ടാണ്. മെഴ്സീഡീസ് കൊണ്ടല്ലേ? എന്നിട്ട് ടെസ്ല എടുത്ത് കോപ്പി അടിച്ചാണ്. ടെസ്ലക്ക് ഈ ഒരു സിസ്റ്റം ഇല്ല, ലൈറ്റ്സ് വെച്ചിട്ട് അപ്പൊ നിങ്ങൾ ഈ വണ്ടിയിൽ എങ്ങനെ പോണ? നമുക്ക് ഈ വണ്ടിയിൽ പോണത് ഈ വണ്ടിയിൽ പോണല്ലോ. ഓക്കെ. അങ്ങനെ നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ചേച്ചി ഞങ്ങളെ ലീഡ് ചെയ്യണം. ഞങ്ങൾക്ക് ഇനി ചേച്ചിയുടെ ട്രെയിനിൽ യാത്ര ചെയ്യണം. എന്തൊരു ചെയ്യണ്ടേ? ലെറ്റ്സ് ഗോ. എളുപ്പല്ല കേട്ടാ. എത്ര മണി തൊട്ട് എത്ര മണി ഡ്യൂട്ടി ചേച്ചി ഡെയിലി? എനിക്ക് രാവിലെ 5 to 1 ആണ്.
രാവിലെ 5 മണി മുതൽ 1 മണി വരെ. അതുപോലെ ഒരു അത് തിങ്കൾ മുതൽ വെള്ളി വരെ. തിങ്കൾ കൊണ്ട് വരില്ല. പക്ഷെ ആദ്യത്തെ സമയത്തൊന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല തോന്നുന്നു. ഇല്ല ആദ്യം ഇല്ലായിരുന്നു. എക്സ്പീരിയൻസ് ആകുമ്പോ എക്സ്പീരിയൻസിന്റെ അല്ല, സീനിയോറിറ്റി ബേസിലാണ് നമുക്ക് വീക്കെൻഡ് ഓഫ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് എനിക്കൊരു 7 വർഷം എടുത്തു വീക്കെൻഡ് ഓഫ് കിട്ടാനായിട്ട്. ഓ ഓ ഓ ഓക്കെ. പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. ഓ ഓ ഓ. ഇവിടെ ഇത് ചെയ്തിട്ടാണ് കയറുന്നത്. പക്ഷെ നമുക്ക് ഒരു എൻട്രി തന്നു. അതെ, ഞങ്ങൾക്ക് നമ്മളിവിടുത്തെ ഓഫീസേഴ്സാന്ന് പറയൂ. നമ്മൾ ചേച്ചിയുടെ പോലെ നമ്മുടെ ഡ്യൂട്ടിക്ക് വരുമ്പോ എന്തെങ്കിലും ചെയ്ത് ഡയറക്റ്റ് ട്രെയിനിൽ കയറണം. അല്ല, ആദ്യം നമ്മൾ സൈനപ്പ് ചെയ്യണം. ടെർമിനൽ വന്ന് സൈനപ്പ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് പിന്നെ നമ്മുടെ സ്കെഡ്യൂൾ പിക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ എവറി ഡേ നമ്മൾ സെയിം സ്കെഡ്യൂൾ ആയിരിക്കും. ആ സ്കെഡ്യൂളും കൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ റൺ നമ്പർ അറിഞ്ഞ് അപ്പം നമ്മുടെ ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിൽ റെഡി ആയി കിടക്കുമായിരിക്കും. അപ്പൊ നമ്മൾ റിലീവ് ചെയ്യുന്ന ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അങ്ങോട്ട് റിലീവ് ആവും. ഇപ്പോൾ ഏർലി മോർണിംഗിൽ നമ്മൾ അവിടെ ആളെ കാണും. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ പോയി നേരിട്ട് പോയി നമ്മുടെ ട്രെയിൻ എടുക്കുക. ഓക്കെ. എടുത്തിട്ട് പിന്നെ അങ്ങ് നമ്മൾ പോവാം. ഓക്കെ. ഇതാണ് എൻ്റെ മോട്ടോർ ക്യാമ്പ്. ഇതാണ് എൻ്റെ ഹാൻഡില്. ഓക്കെ. ഇതിന് നമ്മൾ പറഞ്ഞ ഇത്ര ആൾക്കാരെ ഇതാക്കുമെന്ന് പറഞ്ഞത്. ഓക്കെ. വെച്ചാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കെല്ലാം കാണാം. ഇപ്പം ട്രെയിൻ ആരെങ്കിലും ഡോറ് പുള്ളി ചെയ്താൽ എന്തെങ്കിലും ട്രബിൾ ഷൂട്ടിങ് വന്നാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് കാറിലാണ്. ഇത് നമ്മുടെ ഓരോ കാറിന്റെയും നമ്പറാണ്. ഓരോ കാറിന്റെയും നമ്പറാണ്. നമ്മൾ ഈ ഹാൻഡിൽ മൂവ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് നമുക്ക് ഇവിടെ സ്പീഡോമീറ്റർ കാണാൻ പറ്റും. പിന്നെ ഓരോ അനൗൺസ്മെന്റ്, ചില അനൗൺസ്മെന്റ് ഇതിൻ്റെ അകത്ത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്പെഷ്യൽ അനൗൺസ്മെന്റ്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റപ്പ് ചെയ്താൽ ഇൻസിഡന്റ് റിക്വസ്റ്റിന്റെ അനുസരിച്ച് നമുക്ക് അതിനകത്ത് ഫീഡ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നിന്റെ അനുസരിച്ച് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇത് ഈ സൈഡിലെ ഡോർ തുറക്കുന്നതാണ്. ഇവിടെ കീ ഇട്ടിട്ട് തുറക്കണത്. നമ്മൾ ഈ കറക്റ്റ് സ്റ്റേഷൻ വരുമ്പോ നമ്മൾ പ്ലസ് ചെയ്യുന്നത് എവിടെയാ? ഈ ഡോർ തുറക്കണം, ഓട്ടോമാറ്റിക് തുറക്കണത് ഇത് അത് നമ്മൾ മാനുവലി ചെയ്യണം. അത് ക്യാപ്റ്റനെ ചെയ്യണല്ലേ? നമ്മളാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമ്മൾ തുറക്കും, നമ്മൾ അടയ്ക്കും. പിന്നെ ഡോർ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തല പൊളിയുന്ന ഇവിടെ നിങ്ങളുടെ റെസ്റ്റിംഗ് ഏരിയ ആവില്ല. ഇപ്പം ഡോർ ഓപ്പൺ പൊസിഷനിൽ ഇട്ടേക്കുവാണ്. ഇതിപ്പോ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ അടയ്ക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിൽക്കോ? അപ്പുറത്തേക്ക് നോക്കി നിൽക്കൂലേ? അപ്പൊ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ അടയ്ക്കും? ഇവിടെ നോക്കിയിട്ട് കംപ്ലീറ്റ് ആൾക്കാർ ക്ലിയർ നമ്മുടെ ലൈൻ ക്ലിയർ ആവുന്ന കഴിയുമ്പോൾ നമ്മൾ ഡോർ അനൗൺസ്മെന്റ് കൊടുക്കും. എന്നിട്ട് അപ്പൊ ആൾക്കാർ ഓടിച്ചാടി കയറുമ്പോ പ്രശ്നമില്ലല്ലേ? നമ്മൾ വെയിറ്റ് ചെയ്യും, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡോർ ക്ലോസ് ചെയ്യും. ഓക്കെ 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 ഓക്കെ. അപ്പൊ സേഫ്റ്റിയാണ്, ആൾക്കാരെ മേത്തിക്കും തട്ടില്ല. അതെല്ലാ ട്രെയിനിലും അങ്ങനെ തന്നെയാണോ? എല്ലാ ട്രെയിനിലും അങ്ങനെയാണോ? താങ്ക് യു. ഞങ്ങൾക്ക് ഇന്നിപ്പോ ഈ നേരത്തല്ല ചേച്ചിയുടെ ഡ്യൂട്ടി. അപ്പൊ അത് കാരണം വേറൊരു ചേച്ചി നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തുന്നുണ്ടോ? എന്തായാലും ക്യാപ്റ്റന്റെ മുറിയിൽ കയറി അവര് പോകുന്നുണ്ടോ? അവരിങ്ങനെ നോക്കി അടയ്ക്കണം. ഓ ഓ ഓ, അടിപൊളി. നിങ്ങൾ ഡബിൾ ഡെക്കർ ഓടിക്കാറുണ്ടോ? വലിയ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. വേറെയാണല്ലേ? ഓക്കെ ഓക്കെ. ഈ 21 വർഷത്തെ ജോലിയിൽ അപകടങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അപകടം നമ്മുടെ മുമ്പിൽ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്ത് രീതിയിലുണ്ടായിക്കണ? എന്ത് രീതിയിലെന്ന് പറഞ്ഞാൽ ട്രാക്ക് ആൾക്കാരെ ക്രോസ് ചെയ്ത് ആത്മഹത്യാ ശ്രമങ്ങളാണ്. ആത്മഹത്യ ഒരു തരത്തിൽ പറഞ്ഞ ആത്മഹത്യയാണ്. ആള് ശരിക്ക് ഡ്രങ്കണായിരുന്നു. എന്നിട്ട് ആള് കണ്ടു ട്രെയിൻ വരുന്നത്. എന്നിട്ട് ആള് സ്റ്റില് ക്രോസ് ഗേറ്റിന്റെ അടിയിൽ കൂടെ ആള് കയറി വരുമായിരുന്നു. അങ്ങനെ കയറുമായിരുന്നു. ഇതിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മള് മുമ്പിൽ നേരിട്ട് കാണുമ്പോ ഒരു പേടി തോന്നില്ല ശരിക്കും? ആ ഒരു മൊമെന്റും ആദ്യം പേടിച്ചു, പിന്നെ എല്ലാം മനസ്സിന്റെ നമ്മുടെ ഒരു ധൈര്യമാണ്. ഇവിടെ എന്തൊരു ഇൻസിഡന്റ് നടന്നാലും നമ്മൾ അന്നേരം റിപ്പോർട്ട് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യണല്ലേ? അതെ, സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ആദ്യം കൺട്രോൾ സെന്ററിലാണ് വിളിച്ചു പറയുന്നത്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് നമുക്ക് പിന്നെ കംപ്ലീറ്റ് ഹെൽപ്പും വരും. ഫുള്ള് നമ്മുടെ അടുത്ത് ഈ ഒരു 8-10 സ്റ്റേഷൻ വെച്ച് നമുക്ക് എപ്പോഴും നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ സ്റ്റേഷൻ മാസ്റ്റർ കാണും. അതുപോലെ ഇവിടെ സൂപ്പർവൈസർ ഉണ്ട്, യാർഡ് മാസ്റ്റർ ഉണ്ട്. ഇവരെല്ലാം കൂടെ പെട്ടെന്ന് ഇതിപ്പോ നമ്മുടെ മിസ്റ്റേക്ക് ആണോ അങ്ങനെ ആരെങ്കിലും ഒന്ന് ആർഗ്യുമെന്റ് ചെയ്യാറുണ്ട്? നമ്മൾ കാരണം ഉണ്ടായെന്നോ അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ ഒരു പ്രശ്നമാണെന്നുള്ളൊരു ഇത് റിസ്ക് അവിടെ ഉണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക്
നമ്മുടെ ആ റൂൾസ് ഫോളോ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രശ്നമില്ല. പക്ഷെ ഇന്നിപ്പോ എല്ലായിടത്തും അവർ ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ കൂടെ അവർക്ക് കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. എല്ലാവരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ എംപ്ലോയിയെ അന്തരമേ ഔട്ട് ഓഫ് സർവീസിലിടും. അതിനുശേഷം ഡ്രഗ് ടെസ്റ്റ് ചെയ്യിക്കും. നമ്മുടെ ഓൺലൈൻ റൂട്ട് 2 ദിവസം കഴിഞ്ഞല്ല ഡ്രഗ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ ഡ്രഗ് ടെസ്റ്റ് ചെയ്യും. അവര് ഔട്ട് ഓഫ് സർവീസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ ആൾക്ക് ജോലി ചെയ്യണ്ട. പിന്നെ അവർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വിളിക്കുന്നതിന്റെ അനുസരിച്ച് ആള് പോയി ക്വസ്റ്റ്യൻ അവരുടെ ആൻസറിങ് എല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനെ ഈ ഡ്രഗ്സിന്റെ അല്ലാണ്ട് വേറെ ആത്മഹത്യകളൊന്നും ഇത്രയും നാളത്തിലൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ മൃഗങ്ങൾ ചാടുന്നതായിരിക്കും. പിന്നെ മാൻ 3 പ്രാവശ്യം ചാടിയിട്ടുണ്ട്. മാനൊക്കെ ഈ റൂട്ടില് അപ്പൊ സുലഭമായിട്ടുണ്ടല്ലേ? മാന പ്രത്യേകിച്ച് ഈവനിങ്ങില ഒക്കെ ആണെങ്കിൽ മാൻ വരാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ അമേരിക്കയിലെ ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കാറുകളൊക്കെ എടുത്തു കൊണ്ടുപോകണം, ട്രെയിൻ എടുത്തു കൊണ്ടുപോകണം രംഗങ്ങൾ കാണാറുണ്ട്. അങ്ങനത്തെ കാറുകളൊന്ന് ബ്ലോക്ക് ചെയ്ത് നിൽക്കുക ട്രാക്കിൽ, അങ്ങനെ എന്തെങ്കിലും? കാർ ബ്ലോക്ക് ആയിട്ടുണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഈ റോഡ് പാസ് ചെയ്യുന്ന ഏരിയയില് നമുക്ക് 25 miles per hour ആണ് ഓടിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം. അതെ. നമ്മളിപ്പോ നേരത്തെ കാണുവാണെങ്കിൽ നമുക്ക് സിഗ്നൽ കിട്ടും. നമ്മളിപ്പം റെയിൽവേ ക്രോസിംഗിന്റെ അവിടെ വരുമ്പോ നമ്മുടെ സിഗ്നൽ കംപ്ലീറ്റ് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ക്ലിയർ സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അടുക്ക് ചെന്നിട്ട് ഇത്ര സർട്ടൻ ഏരിയയിലാണെങ്കിൽ നമുക്ക് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് എന്തുകൊണ്ടാണ് കാരണത്താൽ സ്റ്റക്കായതാണോ അതോ ഇപ്പൊ ദൂരെ നിന്നാണെങ്കിൽ നമുക്ക് സ്റ്റിൽ വണ്ടി വല്ലതും ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം പിന്നെ അവിടെ നിന്ന് ചെന്നിട്ട് ഒന്നി അവരോട് സംസാരിക്കും, അവിടെ നമുക്ക് മാനുവലി ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ കാറങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഗേറ്റ് അടച്ചിട്ട് തിരിച്ചു വന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്. ഈ ഇതിലേക്ക് ഇൻസ്പയർ ആയ അങ്കിൾ ഉണ്ടല്ലോ, അങ്കിളിന്റെ പേരെന്നിട്ട് അത് അങ്കിളിനാണ് ഫുൾ മാർക്ക് അല്ലേ? അങ്ങളുടെ പേരെന്നിട്ടാ? അങ്ങളുടെ പേര് മോൻസി ചാക്കോ. മോൻസി ചാക്കോ പത്തനംതിട്ടക്കാരൻ തന്നെയാണോ? പത്തനംതിട്ടക്കാരനാണ്. പുള്ളി 25 വർഷം CTL ട്രെയിൻ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്തതിനു ശേഷം പുള്ളി വിരമിച്ചു. പുള്ളിയാണ് സാധാരണ നാട്ടിൻപുറത്ത് ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയെ അമേരിക്കയെ വന്ന് സാധാരണ പത്തനംതിട്ടയില് കൃഷിപ്പണിയായിട്ട് നിൽക്കുന്ന സമയത്ത് അമേരിക്കയിൽ ട്രെയിൻ ഓടിക്കാൻ വരാനാ പറഞ്ഞത്. അതെ. മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത്. വേറെ ആരെങ്കിലും ഈ ഫീൽഡിലുണ്ടാ ഈ ട്രെയിൻ? അതെ. അപ്പൊ നിങ്ങൾ ട്രെയിൻ ഫാമിലിയാണ്. ഈ ട്രെയിൻ മാസ്റ്റർ അല്ലെങ്കിൽ പൈലറ്റ് പഠിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കുള്ള അല്ലെങ്കിൽ അതെന്ത് പഠിച്ചാലും ഈ ഒരു ഫീൽഡിലേക്ക് എത്താൻ പറ്റാ? അങ്ങനെ പ്രത്യേകിച്ച് ഇതിനൊരു ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. അവർ ബേസിക് നോളജ് അവർ നമ്മളെ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്തിട്ട് അവര് പല ടെസ്റ്റുകളുണ്ട്. മെന്റൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഇതെല്ലാം പാസ് ആകുന്നവർക്ക് അവർ ട്രെയിൻ ചെയ്യും. അവരാദ്യം സ്റ്റിമുലേറ്റർ ചെയ്യും, പിന്നെ അവര് കോച്ചിങ് കൊടുക്കും. ഇതെല്ലാം ഫിനിഷ് ചെയ്യുന്നവർക്ക്, കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവരും വിദ്യാഭ്യാസം ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇത്തിരി ബുദ്ധിയും ബോധം അല്ലെങ്കിൽ ഇത്തിരി ലോകറിവ് ഉണ്ടായാൽ മതി. അതൊരു വലിയൊരു ഇൻസ്പിറേഷൻ. നമ്മുടെ നാട്ടില് ചില പഠിപ്പുകൾ പഠിച്ചാൽ മാത്രമാണ് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ കഴിവ്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് രീതിയിലേക്ക് എത്തിച്ചേരാം അല്ലെ? തീർച്ചയായിട്ടും. നമുക്ക് കഠിനാധ്വാനവും ഹാർഡ് വർക്കിംഗും നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലിയും ചെയ്യാം. പ്രത്യേകിച്ച് ചേച്ചിക്ക് ഇതിനെ പറ്റി പറയുമ്പോൾ കൂടുതൽ ഹാപ്പിയാണ്. അപ്പൊ ചേച്ചിക്ക് ഭയങ്കര ഹാപ്പിയോടുകൂടിയാണ് ഇത്ര 21 വർഷം ഈ ഒരു ഫീൽഡിൽ നിൽക്കാനും ജോലി ചെയ്യാനും പറ്റിയത്. അതെ, ഒരു നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട്. അത് ആ ട്രെയിൻ വരുമ്പോഴുള്ള ചിരിയിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ കുറെ ട്രെയിൻ ഇങ്ങനെ സ്റ്റേഷനൊക്കെ എടുക്കണ്ടല്ലോ അല്ലെ? 1, 2, 3, 4, 5, 6 ട്രെയിനില്, 6 ലൈനിലല്ലേ? ഇതിന്റെ ഇപ്പുറത്തോട്ടും ഉണ്ട്, ഷോപ്പുണ്ട്. ഷോപ്പിലും ഉണ്ട്. ഇപ്പൊ വീക്കെൻഡ് എല്ലാ ട്രെയിനും ഇതുപോലെ യാടി വന്നിരിക്കും. കാരണം വീക്കെൻഡ് ഈ ട്രെയിൻ ഓടുന്നത് പ്ലാറ്റ്ഫോമിൽ അധികം തിരക്കില്ലാത്തല്ലേ? ആ കാണുന്നതാണ് ടവർ. വീക്ക് ഡേയ്സില് അവിടെ ആളോ ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്യും. ട്രെയിൻ വരുന്നതിനനുസരിച്ച് മാറ്റും, സ്വിച്ച് പോയിന്റ് മൂവ് ചെയ്യും. ഇപ്പം വീക്കെൻഡില് നമ്മൾ തന്നെ ആ സിഗ്നല് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ട്രബിൾ വരുവാണെങ്കിൽ നമ്മൾ അവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ട് സ്വിച്ച് പോയിന്റ് നമ്മുടെ ഫേവർ അനുസരിച്ച് നമ്മുടെ ഫേവറിംഗ് പൊസിഷൻ ആണെങ്കിൽ മാത്രം നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മൾ തന്നെ ട്രാക്കിൽ ഇറങ്ങി ഇത് ട്രബിൾ ഷൂട്ട് ചെയ്യണം. സ്വിച്ച് നമ്മള് ചവിട്ടി പിടിച്ച് പിൻ ചെയ്ത് അവിടെ പോയി നമ്മളൊരു സാധനം ആ സ്വിച്ച് പോയിന്റ് മാറാതിരിക്കാൻ നമ്മളൊരു സാധനം, ഒരു വുഡ് പോലത്തെ ഒരു സാധനം അതിന്റെ ഇടയ്ക്ക് വെച്ച്, അത് പിൻ ആൻഡ് വെഡ്ജ് എന്നാണ് പറയുന്നത്, അത് ചെയ്തിട്ട് നമ്മുടെ ട്രെയിൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട്
നമ്മൾ തിരിച്ചത് പോയി അപ്പോഴത്തേക്ക് പക്ഷേ മാനേജ്മെന്റ് സൂപ്പർവൈസർ എല്ലാവരും വരും. ഇതില് നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരുന്ന ട്രെയിൻ എങ്ങനെ അറിയിക്കുക? നിങ്ങൾ ഇപ്പോൾ ഒരു ട്രെയിനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ട്രാക്കിൽ പ്രശ്നമുണ്ട്, നിങ്ങൾ എങ്ങനെ അറിയിക്കുക സ്റ്റേഷൻ മാസ്റ്റർ? എന്ത് പ്രശ്നം എപ്പോ വന്നാലും ആദ്യം നമ്മുടെ കൺട്രോൾ സെന്ററിലാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ റേഡിയോ ത്രൂല് ക്യാപ്റ്റൻ അല്ലേ വിളിക്കണേ? ക്യാപ്റ്റൻ അല്ലേ? ഓക്കെ ഓക്കെ. ആരാ നമ്മളിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അല്ല നമ്മളിപ്പോ ഇവിടെ ഒരു പ്രശ്നം നമ്മൾ കണ്ടെത്തി എന്ന് പറഞ്ഞു ചേച്ചി. ഞാനാണ് വിളിക്കുന്നത്. ഞാൻ വിളിച്ച് കൺട്രോൾ സെന്ററിൽ പറയും എനിക്ക് ഇങ്ങനെ ട്രബിൾ ഷൂട്ടിംഗ് ഉണ്ട്, സിഗ്നൽ കിട്ടുന്നില്ല. അപ്പം കൺട്രോൾ പിന്നെ എല്ലാരെയും വിളിച്ച് പറയാം. അപ്പം നമ്മളെ ഓൾറെഡി ഇതൊരു പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്ങനെയാണ് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത്, ട്രെയിൻ ആണെങ്കിലും ട്രാക്ക് ആണെങ്കിലും. പിന്നെ അതുപോലെ ഇപ്പം ട്രാക്ക് വർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ സ്വിച്ച്മാൻ ഉണ്ട്. അവരാണെങ്കിലും ഇതിന്റെ പുറത്ത് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണെങ്കിലും ഓടി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചേട്ടന്റെ സപ്പോർട്ട് അധികം ഗംഭീരമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ചേട്ടന്റെ ജോലിയെ പറ്റി നമ്മൾ സംസാരിച്ചില്ല. ഞാൻ ഒരു നേഴ്സാണ്. ഞാനിപ്പോ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് ഓക്കെ. ചെറുതായിട്ട് ജീവിക്കുന്നു, ചെറിയ ബിസിനസ് ജീവിക്കുന്നു. എന്നാലും ആ നേഴ്സ് മാറി എന്താ പറയാ നല്ലൊരു ബിസിനസ് സംരംഭകനായതിനൊരു വേറൊരു നമ്മളൊക്കെ അങ്ങനെ അവൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും. അപ്പൊ രണ്ടുപേരും നഴ്സിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണ്. രണ്ടുപേരും ഓരോ ഒരു ബന്ധമില്ലാത്ത ദിക്കിലേക്ക് മാറിപ്പോയി അല്ലേ? നമ്മളെല്ലാവരും നഴ്സിംഗ് ഫീൽഡിൽ വന്ന നഴ്സായിട്ട് മാത്രം ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അല്ലെ? ഒരു ഡൈവേർട്ട് ചെയ്ത് പോയിട്ടില്ല അല്ലെ? അമേരിക്കയിൽ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പഠിച്ച് ജോലി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് കഷ്ടപ്പെടാൻ മനസ്സും നമുക്ക് അതിന് ധൈര്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലിയും നമുക്ക് ചെയ്ത് മുന്നേറാൻ പറ്റും. പിന്നെ ഏത് ജോലിക്കും ഇവര് സപ്പോർട്ടും ചെയ്യും. നമുക്ക് ഇന്ന സംഭവം ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിപ്പോ ചന്ദ്രനിലേക്ക് പോകണമെങ്കിൽ ചന്ദ്രനിലേക്ക് അവർ വിടും. അതെ തീർച്ചയായിട്ടും. അതിന്റെ ഒരു പവർ ഉണ്ട്. നമ്മുടെ കഴിവാണ്. നമ്മുടെ കഴിവ് അവിടെ തെളിയിച്ചാൽ നമുക്ക് ഇവിടെ അമേരിക്കയിൽ ഏത് ഫീൽഡും നമുക്ക് മുന്നേറാൻ പറ്റും. നമുക്ക് ഡിഗ്രിയിൽ ഇത്ര മാർക്ക് വേണമെന്നോ മറ്റേതിലേക്ക് ഇത്ര മാർക്ക് വേണമെന്നില്ല. നമുക്ക് സ്കില്ലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അടിക്കാം. തീർച്ചയായിട്ടും. അവസരങ്ങളുടെ രാജ്യമാണ് അമേരിക്ക. ഇവിടെ വന്ന് നമ്മൾ ആദ്യമേ വന്ന് നമ്മളെല്ലാം സാധാരണക്കാരായിട്ട് വരുന്നു. ഓരോരുത്തരുടെയും കഴിവാണ് അവർ ഏത് നിലയിൽ അവസാനിക്കുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. ആരും പുഷ് ചെയ്യേണ്ട സംഭവമല്ല. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. അപ്പൊ നമ്മുടെ ചിക്കാഗോളത്തെ ആദ്യത്തെ എപ്പിസോഡ് നമ്മുടെ ചേച്ചിയും ചേട്ടനാണ് നമ്മുടെ അത്ഭുതപ്പെടുത്തി. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കൊടുത്ത് തീർക്കണം. റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങിയത് ബാബുജാന്റെ വീട്ടിലാണെങ്കിലും നമ്മൾ അവസാനിപ്പിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ താങ്ക് യു. ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് ഇങ്ങനെ ഒരു സാമ്രാജ്യം കീഴടക്കാനും ഇത്രയ്ക്ക് നല്ലൊരു പൊസിഷനിൽ. അതെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതെ. എന്തായാലും നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ട്രാവലിസ്റ്റ് ഫാമിലിയുടെ പ്രത്യേകം ഒരു കൂപ്പ് കൈ. താങ്ക് യു.